ഹലോ ഫ്രണ്ട്സ്, മ്യൂസിക് ഫ്രണ്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി വീണ്ടും സ്വാഗതം. നമുക്കൊന്നൊരു യാത്ര പോയാലോ? പാലക്കാട് നെമ്മാറ പോത്തുണ്ടി ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത്രേ പാർക്കിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളാണെന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നമ്മളോടൊപ്പം ഉണ്ട്. ചിറ്റലഞ്ചേരിയാണ് ചേച്ചിയുടെ വീട്. റോഡൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നെമ്മാറ ജംഗ്ഷനിലെത്തി. ഇവിടുന്ന് ഏത് സൈഡാണ് വേണം? പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രൻസ് എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇവിടെ ഇതെടുക്കണം, പാസ് എടുക്കണം. അതിന് കാത്തു നിൽക്കുകയാണ്. സാമാന്യം തിരക്കൊക്കെ ഉണ്ട്. സാനിറ്റൈസൊക്കെ ചെയ്ത് സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ പാലിച്ചിട്ടാണ് നമ്മൾ പോണത്. ഇങ്ങനെ അടിപൊളി ഗാർഡൻ അല്ലേ? ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള പല ശില്പങ്ങളും. നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡനൊക്കെ ഉണ്ട് ഇവിടെ. ജെർബറ ഫ്ലവേഴ്സ്. അത് ആ കാട്ടുപൂച്ചെടിയാണ് തോന്നുന്നു. കർമോസ് എന്നാണ് അതിൻ്റെ പേര്. കർമോസ് കാട്ടുപൂച്ചെടി. ഡാമിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. ഡാമിൻ്റെ മുകളിലേക്ക് കയറാനുള്ള വഴിയാണിത്. നമുക്ക് ഡാമിലേക്ക് കയറിപ്പോവാം. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇതൊക്കെ. ഇത്രയും സ്റ്റെപ്പുകൾ ഇനിയും കയറാനുണ്ട്. ഡാമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. നിറയെ വെള്ളമാണ്. കയറി ക്ഷീണിച്ചു പോയി നമ്മൾ. ഹായ്, എന്ത് മനോഹരമായ കാഴ്ച. അടിപൊളി സീനറി. ഡാമിൽ നിന്നുള്ള വ്യൂ ആണിത്. സൂര്യാസ്തമയ സമയമായിട്ടുണ്ട്. 6 മണിക്കുള്ളിൽ ഡാമിൽ നിന്ന് ഇറങ്ങണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഡാമിൽ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റം വരെ നടക്കാൻ ഒരുപാടുണ്ട്. മുഴുവൻ കവർ ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഡാം എന്നുള്ള ഒറ്റ നോട്ടം. നല്ല മഞ്ഞ് വീഴ്ച തുടങ്ങി. കണ്ടോ? നെല്ലിയാമ്പതി മലകളിൽ നിന്നുള്ള മഞ്ഞുവീഴ്ചയുടെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്.
അടിപൊളിയായിട്ട് മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 5 മണി കഴിയാറായിട്ടുണ്ടാവും. ഇപ്പോൾ വാട്ടർ ലെവലാണ് കാണിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ക്ലിയർ അല്ല. വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് നേരം നമുക്ക് ഇരുന്നിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാൻ പോകാം. ഗാർഡനിലൊക്കെ ഒരുപാട് റിനോവേഷനൊക്കെ നടന്നിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കൂ. സൂപ്പറായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ. ഹായ്, അടിപൊളിയായിരിക്കുന്നുണ്ട്. കുറ്റിച്ചെടിയൊക്കെ വെട്ടി നിർത്തി, നല്ല ഭംഗിയിൽ വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. പോയാലൊരു ഇവിടെയും ഒരു വിശ്രമ സ്ഥലമൊക്കെ ഉണ്ട്. ഗാർഡൻ കാഴ്ചകൾ ഒറ്റയടിക്കൊന്നും കണ്ടു കഴിയില്ല കേട്ടോ. നിറയെ കാഴ്ചകളിട്ട് ഇവിടെ. പുതിയതായി നവീകരിച്ച ഗാർഡനാണിതൊക്കെ. നമുക്കിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കാം. ഒരു വാക്കിംഗ് പാത്തൊക്കെ ഉണ്ട് ഇവിടെ. അതിൽ കൂടെ ഇങ്ങനെ നടന്ന 2 സൈഡിലും വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന കുറ്റിച്ചെടികളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതെന്ത് സാധനം? അക്കേഷി. ഈ മരമൊക്കെ നടന്ന് നമ്മൾ അറ്റത്തൊരു പൂളിലാണ് എത്തിയിരിക്കുന്നത്. ഒരു ഫൗണ്ടനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ല ഭംഗിയിലൊരു ഫൗണ്ടനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ്, അടിപൊളിയായിരിക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള ഒരു കളിസ്ഥലമാണിത്. കളിസ്ഥലത്ത് കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ആളുകൾ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂപ്പറായിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു കളിസ്ഥലമൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇതാണ് ശരിക്കും നവീകരിച്ച പാർക്കിൻ്റെ ഒരു രൂപം. പോത്തുണ്ടി ഡാമിൽ നെന്മാറ വരുമ്പോൾ അവിടെ നിന്ന് അടുത്താണിത് പോത്തുണ്ടി ഡാം. തീർച്ചയായും വരണം നിങ്ങൾ. അത്രയും ഭംഗിയായിട്ടുള്ള സ്ഥലമാണിത്. ഇതിൻ്റെ അപ്പുറത്താണ് അത്ര ശരിക്കും നവീകരിച്ച പാർക്ക്. നമുക്കതിലേക്ക് എൻട്രൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. എന്നാലും അതിൻ്റെ അടുത്ത് വരെ നമുക്ക് പോയി നോക്കി വരാം. നവീകരിച്ച പാർക്കിൻ്റെ ഇപ്പുറത്തു നിന്നുള്ള വ്യൂ ആണിത്. നമുക്കതിൻ്റെ ഉള്ളിൽ എൻട്രൻസ് ആയിട്ടില്ല. എൻട്രൻസ് ആകുമ്പോൾ വന്നിട്ട് ഞാനൊരിക്കൽ കൂടെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓപ്പൺ ജിമ്മ് എല്ലാം ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക്
തുറന്നു തന്നിട്ടില്ല. ഇതിൻ്റെയൊക്കെ എൻട്രൻസ് ആകുമ്പോൾ നമുക്ക് വന്ന് ഒരിക്കൽ കൂടെ കാണാം. പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. മുഴുവനായിട്ടില്ല എപ്പോഴും. ഇവിടെ കണ്ടു, എൻട്രൻസ് അടച്ചു വെച്ചിരിക്കുകയാണ്. നവീകരിച്ച പാർക്കിൻ്റെ എൻട്രൻസ് ആണിത്. നിറയെ തുമ്പിയൊക്കെ പറക്കുന്നുണ്ട് എന്നാണ് ഹസ്ബൻഡ് പറയണത്. കാരണം ഇവിടെ തുമ്പികൾ ഒരുപാടുള്ള സ്ഥലമാണത്രേ. അതെ, ഹായ്, അടിപൊളി സ്ഥലം. ഇത് വലിയവർക്ക് ഇരുന്നാടാൻ പറ്റുന്ന ഊഞ്ഞാലാണെന്നാണ് തോന്നണത്. ഞാൻ കുറച്ച് നേരം ഇരിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മളങ്ങനെ കഴിഞ്ഞിട്ട് ഗാർഡനിൽ കൂടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂവിലിക്കരുത്, പൂവിലിക്കരുത്, പൂവിലിക്കരുത്. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. വിസിലടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞു. നമുക്ക് പുറത്ത് പോകാനുള്ള സമയമായി എന്ന് ഒരു ഹിൻറ്റ് തരുകയാണ്. ശരി, അപ്പോൾ നമുക്ക് അങ്ങനെ പുറത്തേക്ക് പോകാം. ഞങ്ങളങ്ങനെ പുറത്തെത്തിക്കഴിഞ്ഞു.